ഹായ് ഹലോ നമസ്കാരം പ്രിയപ്പെട്ട ജയ് ഹിന്ദ് പ്രേക്ഷകർക്ക് ഗുഡ് മോർണിംഗ്. അപ്പോൾ പതിവ് പോലെ നമ്മളോടൊപ്പം ഒരു വിശിഷ്ടനായ അതിഥി ചേർന്നിട്ടുണ്ട്. അദ്ദേഹം സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും സാഹിത്യകാരനും ഒക്കെയാണ്. ഒരുപാട് വിശേഷങ്ങൾ അദ്ദേഹം നമ്മളോട് പറയും. കലാമൂല്യമുള്ള ഒരുപാട് സിനിമകളുടെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങളാണ് അദ്ദേഹത്തിൻ്റെത്. അജിത് പൂജപ്പുര, നമസ്കാരം. നമസ്കാരം. ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്നത് പരോൾ എന്ന് പറഞ്ഞ സിനിമ തന്നെയാണ്. അപ്പോൾ പരോൾ എന്ന സിനിമയുടെ വിശേഷങ്ങൾ പറയാം. പക്ഷേ ഇദ്ദേഹം ഒരു അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറാണ്. ആയിരുന്നു. അപ്പോൾ ആ ഒരു അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും സിനിമകളുടെ വിശേഷങ്ങളിലേക്ക് പോകാം. ഡെബ്യൂട്ട് മൂവിയെ കുറിച്ച് പറയാം. 2016 പുറത്തിറങ്ങിയ ആ തമാശ കലർന്ന രാഷ്ട്രീയം കലർന്ന സിനിമയെ കുറിച്ച് പറയാം. അത് രാഷ്ട്രീയം ഇല്ലാത്ത ഒരു ഗ്രാമത്തിലെ രാഷ്ട്രീയം കൊണ്ടുവരുന്ന ഒരു സബ്ജക്റ്റായിരുന്നു. അതൊരു രാഷ്ട്രീയ അധ്യാപകനൊക്കെ ഉണ്ടായിരുന്നു. രാഷ്ട്രീയം അന്ന് ആ ഗ്രാമത്തിൽ രാഷ്ട്രീയം ഇല്ലല്ലോ, അപ്പോൾ രാഷ്ട്രീയം പഠിപ്പിക്കാൻ ഒരു അധ്യാപകൻ വരണം. അപ്പോൾ രാഷ്ട്രീയ അധ്യാപകൻ വരുന്നു. അന്ന് കൃഷിയും മറ്റു കാര്യങ്ങളായിട്ട് നടന്ന അന്ന് വരെ ഉണ്ടായിരുന്ന ഗ്രാമത്തിലുള്ളവരെ രാഷ്ട്രീയം പഠിപ്പിച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി. അന്ന് വരെ ഉണ്ടായിരുന്ന എല്ലാം അവർ ജോലിയും കൂലിയൊക്കെ മതിയാക്കിയിട്ട് പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതോടുകൂടി ആ ഗ്രാമം തകിടം മറിയും. അപ്പം അതാ ആ സബ്ജക്റ്റ്. ഏറ്റവും രസകരമായ ഒരു സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ നരനൊക്കെ ഒരു ബ്രേക്കിന് ശേഷം സിനിമയിലേക്ക് വന്ന ഒരു മൂവിയാണ്. സാറ്റിസ്ഫൈഡ് ആയിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു അതിനകത്ത് ചെയ്തതിന് ശേഷം? അതെ, അത് ഈ പറഞ്ഞതുപോലെ സുരേഷ് നായർ സാർ, ഞാൻ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന എൻ്റെ പ്രൊഡ്യൂസർ സുരേഷ് നായർ സാറിനോടാണ്. അദ്ദേഹം തന്നൊരു ഓപ്പണിംഗാണ് എനിക്ക് ആ സിനിമ എന്ന് പറയുന്നത്. അത് ഈ പറഞ്ഞതുപോലെ പ്രദർശന വിജയം നേടിയില്ല എന്നുള്ളത് ഒരു വശമാണ്. എന്നാലും ആൾക്കാർക്ക് രസകരമായിട്ട് അവർക്ക് കാണാൻ കഴിഞ്ഞു. ഇപ്പോഴും അത് യൂട്യൂബിൽ അത് വളരെ സജീവമായിട്ട് ആൾക്കാർ കാണുന്നു. അതെ അതെ, പേര് കൊണ്ടും വളരെ രസകരമാണ്. ലാസ്റ്റ് വരുന്ന ഈ 5 പിന്നെ എന്തായാലും അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു സ്റ്റോറിയാണ് പരോളിലേത്. എസ്പെഷ്യലി നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക അഭിനയിച്ച മൂവിയാണ്. അപ്പം അതിലേക്ക് പോയൊരു വഴി. അതെ, അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ച് കാലം തിരുവനന്തപുരം സെൻട്രൽ പ്രിസണിൽ ഒരു വാർഡായിട്ട് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഒരു അന്തേവാസി ഉണ്ടായിരുന്നു ഡ്യൂട്ടി ചെയ്യും. അപ്പം ഒരു നിഷ്കളങ്കനായ മനുഷ്യൻ, എന്നാ സാറേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. അപ്പം ആ വ്യക്തിയെ എപ്പോഴും ഞാൻ നിരീക്ഷിക്കുമായിരുന്നു ഡ്യൂട്ടി ചെയ്യുന്ന സമയത്തൊക്കെ. അപ്പം ആ വ്യക്തിയിലൂടെ അദ്ദേഹത്തിൻ്റെ മാനസികങ്ങളെല്ലാം കണ്ടിട്ട് ചില കാര്യങ്ങൾ, അപ്പോൾ അതിലൂടെ സഞ്ചരിച്ച് ആണ് ഞാൻ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു ജീവിച്ചിരിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ കഥ എന്നുള്ള തലത്തിലാണ് ആ കഥ പൂർത്തിയാക്കിയിട്ടുള്ളത്. ആ സ്ക്രിപ്റ്റ് ഞാൻ പൂർത്തിയാക്കി. ഏതാണ്ട് 4 വർഷത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു. എന്താണെന്ന് വെച്ചാൽ ആ കഥാപാത്രം, അതായത് നായക കഥാപാത്രം ചെയ്യാനായിട്ട് ആരായിരിക്കണം എന്നുള്ള ചോദ്യോത്തരം. എനിക്ക് ഒരു ഉത്തരം ഉണ്ടായിരുന്നുള്ളൂ, അത് ചെയ്യാൻ കെൽപ്പുള്ള ഒരാൾ എന്ന് ഇന്ത്യൻ സിനിമയിൽ മമ്മൂക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിലേക്ക് എത്തണമല്ലോ, അതൊരു ചെറിയ കാര്യമല്ല. അപ്പോൾ പല വഴികളും ഞാൻ ശ്രമിച്ചു, പലരും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു. ഞാൻ വിട്ടില്ല ശരിക്കും. അപ്പോൾ നമ്മുടെ ലക്ഷ്യമാണല്ലോ. അപ്പോൾ അവിടേക്ക് നടക്കാൻ എനിക്ക് കുറച്ച് പാടുപെടേണ്ടി വന്നു. അപ്പോൾ എൻ്റെ ചേട്ടൻ, എൻ്റെ അനിൽകുമാറിൻ്റെ ചേട്ടൻ, എൻ്റെ ചേട്ടൻ്റെ സുഹൃത്തായ ജൂഡ് സുധീർ പ്രൊഡ്യൂസറുടെയാണ്. അപ്പോൾ ചേട്ടൻ ജൂഡിനോട് പറയുന്നു ഇങ്ങനൊരു സബ്ജക്റ്റ് ഉണ്ട്. അങ്ങനെ ജൂഡ് എന്നെ സബ്ജക്റ്റ് കേൾക്കുന്നു. ജൂഡിൻ്റെ സുഹൃത്തായ ഡയറക്ടർ ശരത് സന്ദിത്തിനോട് പറയുന്നു. അദ്ദേഹം പരസ്യ ചിത്രങ്ങളോട് വളരെ പ്രശസ്തനായ ആളാണ് ശരത് സന്ദിത്ത്. അപ്പോൾ ഓൺലൈൻ കേൾക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അത് മമ്മൂക്കയുടെ അടുത്തേക്ക് എത്തുന്നു. അങ്ങനെയാണ് ഞാൻ മമ്മൂക്കയുടെ അടുത്തേക്ക് കഥ പറയാൻ വേണ്ടി ചെല്ലുന്നത്. അപ്പോൾ എനിക്ക് നന്ദി പറയേണ്ടത് എൻ്റെ ചേട്ടൻ അനിൽകുമാറിനോടും സുഹൃത്ത് ജൂഡിനോടുമാണ് നന്ദി പറയേണ്ടത്, പിന്നെ ഡയറക്ടർ ശരത്തിനോടും. അതെ, ഒന്നാമത് മമ്മൂട്ടി എന്ന് പറയുന്ന അദ്ദേഹം പുതിയ പുതിയ കഥകളെയൊക്കെ സ്വാഗതം ചെയ്യുന്ന ഒരാളാണ്. പരീക്ഷണങ്ങളെ ധൈര്യത്തോടെ ഏറ്റെടുക്കുന്ന ഒരു. അതെ അതെ അതെ, അത് മറ്റ് ഈ പറഞ്ഞ വളരെ ശരിയാണ്. അദ്ദേഹം പുതിയ ആൾക്കാരെ, ന്യൂ കമേഴ്സിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഒരു
മഹത്തായ വ്യക്തി എന്ന് തന്നെ പറയാം നമുക്ക്. യെസ്, എപ്പോഴും അദ്ദേഹം കാർക്കശ്യക്കാരനാണ് എന്നൊക്കെ ഒരു വേറെ ഒരു എന്താ പറയുക ഒരു ചിത്രമാണ് ആളുകളുടെ മുമ്പിൽ. അദ്ദേഹത്തെ ഓർക്കുമ്പോൾ ഒന്നും പേടിയാണ് അഭിമുഖീകരിക്കാൻ അല്ലേ. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന ഒരുപാട് പേർക്ക് ഇതുപോലെ 100,000 നല്ല നന്മ നിറഞ്ഞ കഥകൾ പറയാനുണ്ടാവും. എനിവേ മമ്മൂക്ക തകർത്ത് അഭിനയിച്ച മൂവി ആയിരുന്നു പരോൾ. അപ്പോൾ അതൊരു റിയലിസ്റ്റിക് സ്റ്റോറിയാണ്. ഇന്നും അതിലെ നായകൻ ജീവിച്ചിരിപ്പുണ്ട് അല്ലേ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് ഞാൻ പേരൊന്നും വെളിപ്പെടുത്തുന്നില്ല, അത് മറ്റൊരു പേരിലാണ് കഥയിൽ വന്നിട്ടുള്ളത്. അപ്പം കുറച്ച് മുമ്പ് ചോദിച്ചല്ലേ മമ്മൂക്കയെക്കുറിച്ച് കർക്കശനായ ഒരാളാണെന്നൊക്കെ വിളിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മുഖത്ത് പൗരുഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു പച്ചയായ മനുഷ്യനാണ് മമ്മൂക്ക. പച്ചയായ മനുഷ്യൻ. എൻ്റെ അനുഭവത്തിൽ എനിക്കതാണ് പറയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നേരിട്ട് കാണുമ്പോൾ കർക്കശക്കാരനെന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ മുഖത്ത് അങ്ങനെ ഒരു ഭാവം അല്ലെങ്കിൽ മമ്മൂക്ക ഇല്ല. അതാണ് ആ മമ്മൂക്കയുടെ ആ ഒരു ഗൗരവം തന്നെയാണ് മമ്മൂക്ക. അപ്പോൾ എന്തായാലും പരോൾ എന്ന മൂവിയുടെ ഡയറക്ടർ മറ്റൊരാളായിരുന്നു. അപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തന്ന ഒരു മൂവിയാണെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും സംവിധാനവും രണ്ടു പേര് ആകുന്നതാണോ ഒരാളാകുന്നതാണോ നല്ലത്? രണ്ടും ഒരുമിച്ച് ചെയ്ത ആളായതുകൊണ്ടാണ് ഈ ചോദ്യം. എനിക്ക് എപ്പോഴും രണ്ടും ഒരാളാകുന്നതാണ് കംഫർട്ട്. ആണോ? തീർച്ചയായിട്ടും. കാര്യം എൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ തന്നെ ചെയ്യുമ്പോൾ അതിനെനിക്ക് സഞ്ചരിക്കാൻ പറ്റും അതിലൂടെ. ഇനി ഒരാളുടെ സബ്ജക്റ്റ് ഞാൻ ചെയ്യുമ്പോഴോ എൻ്റെ സബ്ജക്റ്റ് ഒരാളെ ഏൽപ്പിക്കുമ്പോഴോ രണ്ട് മനസ്സുകളാണ് അവിടെ വരുന്നത്. അപ്പോൾ ഞാൻ കാണുന്നത് പോലെ ആകില്ല പലപ്പോഴും ഡയറക്ടർ കാണുന്നത്. അപ്പോൾ സ്ക്രിപ്റ്റിൽ തിരുത്തലുകളുണ്ടാവാം. തിരുത്തുമ്പോൾ ചിലപ്പോൾ നമുക്കതൊരു വിഷമം ഉണ്ടാകാം. അപ്പോൾ എന്താണ് ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഞാൻ എഴുതിയിരിക്കുന്നതായിരിക്കില്ല ഡയറക്ടർക്ക് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ പ്രൊഡ്യൂസർക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ പ്രൊഡ്യൂസർ പറയും അതൊക്കെ ഒന്ന് പൊളിച്ച് മാറ്റണം. ഡയറക്ടർ പറയും അല്ലെങ്കിൽ അതിങ്ങനെ മാറ്റാം. ഇങ്ങനെ പല ചർച്ചകളിലൂടെ സ്ക്രിപ്റ്റിൻ്റെ ഒരു സത്ത നഷ്ടപ്പെടും. ഒരു പക്ഷേ അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഉപമ പറഞ്ഞാൽ ശുദ്ധമായ പാലിൽ നാരങ്ങ നീര് പിടിക്കുന്ന പോലൊരു ഫലം ഉണ്ടാവാൻ സാധ്യത പലപ്പോഴും അങ്ങനെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പക്ഷെ വേറൊരു കാര്യം ചോദിക്കട്ടെ, അപ്പം നമുക്ക് ഒരുപാട് പിന്നെ ബാധ്യതകളാണ്. മറ്റേത് ഡയറക്ടറിൻ്റെ തട്ടകമാണ്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ വെച്ച് കൈ ഒഴിയാം. സിനിമ എന്ന് പറയുന്നത് അത്രയും റിസ്കി ജോബാണ്. നമ്മളത് ചെയ്യുമ്പോൾ ഒരുപാട് പേരുടെ അടുത്ത് ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട് ഉള്ളൊരു സംഭവമാണല്ലോ. അപ്പം ഇത് ഒരുമിച്ച് ചെയ്യുക എന്ന് പറയുന്നത് അത്രമേൽ റിസ്ക്കുമാണ്. റിസ്ക് ഒന്നേ ഉള്ളൂ. കാര്യം നമുക്കിപ്പോൾ ഒരിക്കലും വിജയിക്കുന്ന പടം നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ലേ. നമ്മളിപ്പോൾ സിനിമ വിജയിക്കുന്ന പടം എന്ന് പറയുന്നത് ഒരിക്കലും പറ്റില്ല. അപ്പോൾ സിനിമ സംഭവിക്കുന്നതാണ്, വിജയങ്ങൾ അതും സംഭവിക്കുന്നതാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ സ്നേഹിക്കുക അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. ഇപ്പോൾ നമ്മുടെ സ്ക്രിപ്റ്റ് ഒരാളെ കയ്യിൽ കൊടുക്കുമ്പോൾ അത് വഴിയെ പോകുന്നതിന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവർക്ക് തിരുത്താൻ നിൽക്കുമ്പോൾ എന്താവും സംഭവിക്കുക? അത് നശിക്കപ്പെടും അല്ലേ. അപ്പോൾ ചിലപ്പോൾ അവർ ചെയ്യുന്ന കാര്യം അവർക്കൊരു ന്യായം ഉണ്ടാവും. പക്ഷെ നമ്മുടെ മനസ്സിലല്ലോ ഉള്ളത്. അപ്പോൾ എപ്പോഴും നമ്മുടെ സബ്ജക്റ്റ് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും പോലീസ് രംഗത്ത് പ്രവർത്തിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. അവിടെ നിന്ന് ഈ സിനിമ എന്ന് പറഞ്ഞുള്ളൊരു സ്വപ്നം മനസ്സിലേക്ക് കയറിയത് എപ്പോഴും? അത് ജയിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുള്ളൂ. അപ്പോൾ അതിനകത്ത് അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും നമുക്ക് വളരെ സ്നേഹമുള്ളവരായിരുന്നു. ഇതുപോലെ കുറച്ച് കാലം ഞാൻ ജോലി ചെയ്ത ആ അനുഭവം വെച്ചിട്ട് എനിക്ക് രണ്ടായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ വേറെ കലാമനസ്സുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ ജയിലിൽ ഡ്യൂട്ടി അന്ന് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു നജീം എന്നൊരു സാറുണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു അഭിനേതാവാണ്. പിന്നെ ഒരു വിനോദ് സാർ, ഇവരൊക്കെ അഭിനേതാവ്. ഇവർ എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ കലാജീവിതത്തിന് ഒരു തിരി കൊളുത്തിയത് അവരൊക്കെ തന്നെയാണ്. നജീം സാറ് അന്ന് എൻ്റെ ഒരു സ്ക്രിപ്റ്റ് അഭയാർത്ഥി സ്റ്റോറി അബൌട്ട് ഡിയാഗോ ഗാർസിയ എന്നാണ് ഒരു ഷോർട്ട് ഫിലിം. അന്ന് സെൻകുമാർ സാറിന് എന്നിട്ട് DGP ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അന്നവിടെ പ്രദീപ് സാർ സൂപ്പുണ്ടായിരുന്നു. അപ്പം നജീം സാറിനെ വെച്ചിട്ട് ആ ഷോർട്ട് ഫിലിം ചെയ്യുന്നു. അന്ന് ജയിലിൽ നിന്നും ഒരു കുഞ്ഞ് സിനിമ എന്നൊരു തലക്കെട്ടോടുകൂടി വാർത്തയിൽ മാധ്യമങ്ങൾ ശ്രദ്ധ പിടിച്ചിട്ടൊരു ഷോർട്ട് ഫിലിമായിരുന്നു. അത് വളരെ നന്നായിട്ടത് വാർത്താ പ്രാധാന്യം നേടി. ഒരുപക്ഷെ എനിക്ക് അവിടെ നിന്നാണ് എനിക്ക് ഇങ്ങോട്ട് മുമ്പോട്ട് പോകാൻ സാധിച്ചത് തന്നെ. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ അന്ന് ആ ജയിൽ ജോലി ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ ഉദ്യോഗസ്ഥരുടെയൊക്കെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. അല്ല, എപ്പോഴും പോലീസ് എന്ന് പറയുമ്പോൾ വളരെ വിരസമായ ജോലി, അല്ലെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ജയിലെന്നൊക്കെ പറയുമ്പോഴത്തേക്കും വളരെ
ഡെസ്പായിട്ടുള്ള കുറേ മുഖങ്ങളൊക്കെയാണ് ആ ഒരു അവിടെ നിന്നൊരു നല്ല കലാകാരൻ ഉണ്ടായി എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. എന്നിട്ട് നമുക്ക് പരോളിൽ നിന്നും അടുത്ത സിനിമ ബോംബെ പോസിറ്റീവ്. ബോംബെ പോസിറ്റീവ് ഒരുപാട് പ്രത്യേകതകളുള്ളൊരു മൂവിയാണ്. അത് ഇതുപോലൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള തീർച്ചയായിട്ടും കഥയാണ്. അത് ഒരു വാർത്തയുടെ പിന്നാലെ പോയിട്ടാണ് ഞാൻ എൻ്റെ കഥയും തിരക്കൻ സംഭാഷണം പൂർത്തിയായിട്ടുള്ളത്. ബോംബെ ഗ്രൂപ്പ് എന്നൊരു ബ്ലഡ് ഗ്രൂപ്പുണ്ട്, റെയർ ഗ്രൂപ്പാണത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റാണത്. എനിക്ക് തോന്നുന്നു മലയാളത്തിൽ തന്നെ അങ്ങനെ ഒരു സബ്ജക്റ്റ് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് റിലീസിൻ്റെ ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ ഞാനത് പറയുന്നില്ല, തിയേറ്ററിൽ കാണുന്നതല്ലേ. അപ്പോൾ അതിൻ്റെ സംഭവം നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് ലുക്മാനാണ് നായകൻ. എൻ്റെ വിശ്വസനീയനായ കലാകാരൻ പപ്പു, കുതിരവട്ടം പപ്പു, അദ്ദേഹത്തിൻ്റെ മകൻ. അതെ ഉണ്ട്, ബിനു ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഡയറക്ടർ ജീവൻ, എൻ്റെ പ്രൊഡ്യൂസർ ഉണ്ണികൃഷ്ണൻ KP. അപ്പോൾ ഇതിനകത്ത് ഡയറക്ടർ ജീവനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതും അദ്ദേഹം ഒരു ഓർഗൻ ഡോണറായിരുന്നു. ആ ജീവൻ എന്ന പേര് അന്വർത്ഥമാക്കി. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു വൃക്ക ദാനം ചെയ്ത് മറ്റുള്ള ജീവൻ രക്ഷിച്ച വ്യക്തിയാണ് ഡയറക്ടർ. അപ്പോൾ അദ്ദേഹത്തിനാണ് ഞാൻ ആ സ്ക്രിപ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസർ വരുന്നു. അത് അങ്ങനെ ആ സിനിമ സംഭവിച്ചു. കുറച്ച് പ്രതിസന്ധി ഘട്ടങ്ങൾ കടന്നുപോയി, അത് പൂർത്തിയായി ഇപ്പം ഇരിക്കുകയാണ്. അത് ആ റിയൽ സ്റ്റോറി തന്നെയാണ്. അത് ബോംബെ പോസിറ്റീവ് എന്ന പേരിലാണത്. നല്ല പാട്ടുകളൊക്കെ ഉണ്ട് അതിനകത്ത്. ഞങ്ങളത് വെയിറ്റ് ചെയ്യാണ്. ഒരു മെഡിക്കൽ ത്രില്ലറാണത്. ത്രില്ലറാണത്. അപ്പോൾ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സറ്റയർ ആണെങ്കിൽ അടുത്തത് തികച്ചും വ്യത്യസ്തമായിട്ട് പരോൾ എന്ന് പറഞ്ഞൊരു മൂവി. അവിടെ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു അടുത്ത ബോംബെ പോസിറ്റീവ് എന്ന് പറയുന്ന സ്റ്റോറി. അപ്പോൾ നമുക്ക് അടുത്ത സിനിമ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, IFFK പോലുള്ള അവാർഡ് എങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ആർട്ട് മൂവി എന്നൊക്കെ പറയുന്ന ആ കാറ്റഗറിയിലേക്ക് വെക്കാവുന്ന നിഴൽത്തച്ഛൻ. അപ്പോൾ ആ മൂവിയുടെ വിശേഷങ്ങൾ പറയുന്നത്. നിഴൽത്തച്ഛൻ ശരിക്കും അത് നമ്മളിപ്പം പെരുന്തച്ഛൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഇന്നത്തെ തലമുറയിലൊരു തച്ചൻ്റെ കഥയാണ് നിഴൽത്തച്ഛൻ. അപ്പോൾ എന്താ പറയുക, അപ്പം അദ്ദേഹം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ഒരു കുന്നിൻ്റെ മുകളിലേക്ക് കയറി പോകുന്നു, വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചു വരുന്നു. അവിടെ എന്താണ് ചെയ്യുന്നത്? വീടും ഒന്നുമില്ല. വീട്ടിൽ അയാൾ ഇറങ്ങി പോകുമ്പോൾ അയാളുടെ ഭാര്യ ചോദിക്കുന്ന ഒരു കുഞ്ഞുണ്ട്, വീട്ടിലുള്ളവരെ കുറിച്ച് ചിന്തയില്ലേ, വിശക്കില്ല എന്ന് പണിക്ക് പോകണമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം തിരിഞ്ഞെന്ന് പറയും, ഭാഗീരഥയും വഴിയും കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു പോകുന്ന ഒരു ഇതാണത്. അപ്പോൾ അതങ്ങനെ ഒരു പെരുമ, പഴയ അയാളുടെ ഒരു പെരുന്തച്ഛൻ്റെ പെരുമ പറഞ്ഞ് നടക്കുന്ന ഇന്നത്തെ തച്ഛൻ്റെ ഒരു കഥയാണ്. ഒരു ഫിലോസഫിക്കൽ സാധനമാണത്. അപ്പോൾ എന്തായാലും അത് ഒരുപാട് ആളുകൾ അപ്രീഷിയേറ്റ് ചെയ്തൊരു മൂവിയാണ്. അതാണ് ആളുകളിലേക്ക് എത്തുക. അതെ, അതിനകത്ത് നായക കഥാപാത്രം ഷിബു സിയർ എന്നാണ് നായകൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം തന്നെയാണ് അതിൻ്റെ ഒരു പ്രൊഡ്യൂസറും. അപ്പോൾ അതിനകത്ത് പ്രധാനപ്പെട്ട വേഷം ചെയ്തിട്ടുള്ള നായിക വേഷം നിഷി ഗോവിന്ദ് ചെയ്തിരിക്കുന്നു. സിറി കലഞ്ചേരി, അദ്ദേഹം ഒരു അമേരിക്കൻ സോൾജറാണ്, ഇന്ത്യൻ വംശജനായ സോൾജർ. അദ്ദേഹമാണ് അതിനകത്ത് വേറെ കഥാപാത്രം ചെയ്യുന്നത്. പിന്നെ ഇന്ദു പ്രമോദ് അവരൊക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ നമുക്കൊരു സൂപ്പർ സ്റ്റാർ പടമോ അല്ലെങ്കിൽ താരനിമിടമായ ഒരു കഥയോ ഒന്നും അല്ല, അത് സിനിമയല്ല ഇത്. അപ്പം തിയേറ്ററിൽ എക്സ്പീരിയൻസ് എന്ന സംഭവമല്ല അത്. പക്ഷേ ഇതൊരു വേറെ തലത്തിലുള്ളൊരു സബ്ജക്റ്റാണ്. അപ്പം റിലീസ് ചെയ്യണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ അതിൻ്റെ ശ്രമത്തിലുമാണ്. എന്തായാലും പ്രമേയം കൊണ്ട് ഓരോന്നും വ്യത്യസ്തമാണ്. അതാണ് ഞാൻ എടുത്തു പറയുന്നത്. അതായത് ചിലപ്പം ചില റൈറ്റേഴ്സ് ഉണ്ട്, അവർക്ക് ഒരേ ടോണിലുള്ള സ്റ്റോറി ആയിരിക്കും, അവരുടെ ഒരു സ്റ്റൈൽ അങ്ങനെയായിരിക്കും. ഇതങ്ങനെയല്ല, എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയുള്ള സിനിമകൾ ഏതൊക്കെയാണ്? PTA, അത് സ്കൂൾ വിഷയങ്ങൾ, സ്കൂൾ കുട്ടികളും അധ്യാപകരും PTA എന്ന് പറഞ്ഞാൽ PTA എന്നാണ് ടൈറ്റിൽ. PTA എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ. അപ്പം പേരൻസ് ടീച്ചേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ അതാണ് PTA, അതാണ് പടത്തിൻ്റെ പേര്. അജു വർഗീസ്, അസീസർ ബംഗാട്, സുരേഷ്, ഇങ്ങനെയാണ് എൻ്റെ. അതൊരു തമാശ മൂവിയാണോ? ഇവർ മൂന്നുപേരും കാണുമ്പോൾ നമുക്കിപ്പോൾ തമാശയാണ്. എന്നാൽ ഇതെല്ലാം ഞാൻ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഇവരെ ഞാൻ പോസ്റ്റ് കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും അജു വർഗീസ് എനിക്ക് തോന്നുന്നു ഇതുവരെ ചെയ്തിട്ടുള്ള കുറച്ചുകൂടെ വ്യത്യസ്തമായിട്ട് ഒരു കഥാപാത്രമായിരിക്കും ഇതിനകത്ത്. അസീസർ ബംഗാട് അതും അതുപോലെ തന്നെയാണ്. നമുക്ക് പ്രതീക്ഷിക്കാത്തൊരു പെർഫോമൻസ് അദ്ദേഹത്തിന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനകത്തുണ്ടാകും. അതുപോലെ സുരേഷും സ്കൂളിലെ വിഷയങ്ങൾ നമ്മൾ എപ്പോഴും
കുട്ടികൾ സ്കൂളിലും അവരെ ട്രീറ്റ് ചെയ്യുന്ന അധ്യാപകരും ഒക്കെ അതൊക്കെ തന്നെയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട വിഷയമാണത് PT എന്ന് പറയുന്നത്. പിന്നെ ഇപ്പോൾ നടക്കുന്ന സിദ്ധു എന്ന ഫിലിം, സിദ്ധു ജാഫ്രിഡിക്കാണ്. പക്ഷേ ആദികേശവ എന്നൊരു ബാലതാരം ഒരു കുട്ടിയാണ് നായകത്വം ചെയ്യുന്നത്. പിന്നെ ഷിയാറ ഫാത്തിമ എന്നൊരു പെൺകുട്ടിയുണ്ട്. ഒരു 6ാം ക്ലാസ്സുകാരായ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കഥയാണത്. അപ്പോൾ ജാഫ്രിഡിക്കുണ്ട്, അരിസ്റ്റ സുരേഷുണ്ട്, ജോയ് മാത്യു ഉണ്ട്, ബാലാജി, അങ്ങനെ കുറച്ച് താരങ്ങളാണ്. പിന്നെ സിറിയ കാലഞ്ചേരി, ഇങ്ങനെ കുറച്ച് താരങ്ങളുണ്ടായിരുന്നു. അപ്പം ഈ 2 ഫിലിമും സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും സംവിധാനവും ചെയ്തിട്ടുണ്ട്. സ്വന്തം മൂവിയാണോ അത്? അതെ, ഇതിപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ പരോളും ബോംബെ പോസിറ്റും ഒഴിച്ച് ബാക്കി, പരോളും ബോംബസിൻ്റെ സ്ക്രിപ്റ്റ് തന്നെയാണ്. അത് 2 ഒഴിച്ച് ബാക്കിയെല്ലാം എൻ്റെ ഡിറക്ഷനും കൂടെ തന്നെയാണ്. ഇപ്പോൾ ലാസ്റ്റ് ചെയ്യുന്ന സിദ്ധുവും അത് എൻ്റെ കഥയും തീർക്കാൻ സംഭാഷണ സംവിധാനം തന്നെയാണ്. അതിൻ്റെ പ്രൊഡ്യൂസർ വന്നിട്ട് ഡോക്ടർ അബിൻ ആണ് പ്രൊഡ്യൂസർ. പിന്നെ ആലഞ്ചേരി എൻ്റെ പാർട്ട് പ്രൊഡ്യൂസറാണ്, സിറിയക് ആലഞ്ചേരി എൻ്റെ പാർട്ട് പ്രൊഡ്യൂസറാണ്. അപ്പോൾ ഇതെല്ലാத்தைയും ഞാൻ ഇത്രയും ഇപ്പോൾ റിലീസിനെ കാത്തിരിക്കുന്ന ഇത്രയും പടങ്ങളെല്ലാം പാട്ട് ഗാനങ്ങൾ ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട്. അതിനകത്ത് ഈ നീളത്തച്ഛനിലെ പാട്ട് നമുക്ക് എപ്പോഴും ഒരുപക്ഷെ നമുക്ക് മറന്ന് അല്ലെങ്കിൽ നമ്മൾ പഴയ നൊസ്റ്റാൾജിയയിൽ പോകുന്ന പാട്ടുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് വിജയ് ശങ്കറാണ്, പുതിയൊരു എഴുത്തുകാരൻ, അദ്ദേഹം ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് വിജയ് ശങ്കർ. അദ്ദേഹം നന്നായിട്ട് എഴുതുന്ന ഒരു ലിറിസിസ്റ്റാണ്. അദ്ദേഹമാണ് അതിൻ്റെ പാട്ടിലൊക്കെ എഴുതിയിട്ടുള്ളത്. എൻ്റെ 3 പടത്തിൽ അദ്ദേഹം തന്നെ പാട്ട് എഴുതിയിട്ടുള്ളത്. പിന്നെ ശിവപ്രസാദ്, സാനന്ദ് ജോർജ്, മ്യൂസിക് ഡയറക്ടർ, ഇവരൊക്കെയാണ് എൻ്റെ മ്യൂസിക് ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ ഒരു 4 പടങ്ങളിലെ പറ്റുള്ള. അപ്പം എന്തായാലും ഈ ഇറങ്ങാൻ പോകുന്ന പടങ്ങളെല്ലാം ആളുകളിലേക്ക് എന്താ പറയുന്നത്, നല്ല രീതിയിൽ എത്തട്ടെ, സക്സസ് ആവട്ടെ. അതാണല്ലോ നമുക്ക് ഏറ്റവും വേണ്ട ഒരു കാര്യം. വിജയമാവട്ടെ. അതുപോലെ ഇതുപോലെ എന്താ പരീക്ഷണാത്മകമായും കലാമൂല്യമുള്ളതായിട്ടുള്ള ഒരുപാട് സിനിമകൾ അങ്ങിൽ നിന്നും നമുക്ക് കിട്ടിയിട്ട് പ്രേക്ഷകർക്ക് ലഭിക്കട്ടെ. എല്ലാ ഭാവുകങ്ങളും കുറച്ച് നേരം നമ്മളോടൊപ്പം സ്പെൻഡ് ചെയ്തതിൽ നന്ദി. പുതിയ അതിഥിയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.